ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ക്രിസ്തു ശിഷ്യനായി മാറുവാനുള്ള വിളികളാണ് പലപ്പോഴും ദൈവവചന പ്രഘോഷണങ്ങളിൽ നാം കേട്ടുവരാറുള്ളത്. എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യനായി മാറുക എന്ന് നാം പലപ്പോഴും ആലോചിച്ച് നമ്മെ തന്നെ രൂപം കൊള്ളിക്കാറുമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യനായി മാറുവാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ സാരാംശം തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോവുക. ഈ 5-ന് മുൻപിലുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. പശ്ചാത്തലം ഇപ്രകാരമാണ്: കർത്താവ് കുറച്ച് ഉപദേശങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളുമൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുകയാണ് ഇതിന് മുൻപിലത്തെ ഭാഗം. അത് കേട്ട് കഴിയുമ്പോൾ ശിഷ്യന്മാർ വചനത്തിൻ്റെ തുടക്കഭാഗത്തിന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്നേഹിതരെ, ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കർത്താവ് പറയുന്നില്ല, മറിച്ച് ഒരു കടുകുമണിയുടെ ഉപമയും ദാസൻ്റെ ഉപമയും ചേർത്ത് വെച്ചുകൊണ്ടാണ് കർത്താവിന് ഉത്തരം പറഞ്ഞു വെക്കുക. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു വെക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ പറച്ചിലിൽ തന്നെ 2 കാര്യങ്ങൾ കൂടി ഒളിഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, അവരിൽ വിശ്വാസമുണ്ട്, പക്ഷേ അതൊരല്പം കുറവാണ്. രണ്ടാമതായിട്ട്, വിശ്വാസം വർദ്ധിപ്പിക്കാൻ കർത്താവിൻ്റെ സഹായം ഞങ്ങൾക്ക് കൂടിയേ തീരും. സ്നേഹിതരെ, ഈ കടുകുമണിയുടെ ഉപമയാണ് കർത്താവ് ആദ്യം തന്നെ അതിനോട് ചേർത്ത് വയ്ക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞു വയ്ക്കുക ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങളിലേക്കല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണോ അതിൽ സ്ഥിരതയുള്ളവരായിട്ട് നിങ്ങൾ മാറിയാൽ മതി. കടുകുമണിയുടെ ഉപമ നമുക്ക് തരുന്നതും അപ്രകാരം തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം ചെറുതായിക്കൊള്ളട്ടെ, പക്ഷേ അത് ദൃഢതയുള്ളതാണോ എങ്കിൽ അതുമാത്രം മതി. ഈ കടൽ ഭിത്തികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുക. അത് എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, കൃത്യമായ രീതിയിൽ ലോക്ക് ചെയ്തു വെച്ചാൽ എത്ര വലിയ തിരമാല അതിന്മേലടിച്ചാലും അതൊരിക്കലും ഇളകുകയോ അതിന് പിന്നിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും ഏതൊരു വസ്തുവിനെയും ഇളക്കാത്ത രീതിയിൽ അത് കൃത്യമായി സംരക്ഷിച്ചുകൊള്ളും. നമ്മുടെ വിശ്വാസവും ഇപ്രകാരം തന്നെയാകണമെന്നാണ് കർത്താവ് ഒന്നാമതായി പറഞ്ഞു വെക്കുക. ദൃഢതയുള്ളതാണോ? ആഴമേറിയ വിശ്വാസമില്ല, വലിയ വിശ്വാസമില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, മറിച്ച് ഉള്ള വിശ്വാസം ദൃഢതയും ശക്തിയുമുള്ളതാണോ എങ്കിൽ അത് മതി. നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ്, ആ വിശ്വാസം നമ്മൾക്കുണ്ടാകുമെന്ന് ഒന്നാമതായിട്ട് കർത്താവ് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്തുശിഷ്യനാകേണ്ട രണ്ടാമത്തെ ഗുണം കൂടി കർത്താവ് അതോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്: ഒരു എളിമയുള്ള മനുഷ്യനായിട്ട് മാറുക. ഇവിടെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ഉപമ ദാസൻ്റേതാണ്. നമുക്കറിയാം, വയലിൽ ഉഴുതതിന് ശേഷമാണ് ദാസൻ ഭവനത്തിലേക്ക് വരിക. അപ്പോൾ യജമാനൻ അവനോട് യജമാനനെ പരിചരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, വയലിൽ ഉഴുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനാധ്വാനമുള്ള വേല തന്നെയാണ്. ആ കഠിനാധ്വാനമുള്ള വേലയ്ക്കു ശേഷമാണ് യജമാനൻ അവനോട് വീണ്ടും യജമാനനെ പരിചരിക്കുവാനും യജമാനൻ്റെ ഭക്ഷണം വിളമ്പുവാനും ആവശ്യപ്പെടുക. ഒരാവർത്തി ഒന്ന് വായിക്കുമ്പോൾ അതൊരു ഇൻജസ്റ്റിസ് അല്ലേ എന്നൊരു മനസ്സിൽ ചോദ്യം ഉയർന്നേക്കാം. പക്ഷെ ഓർക്കുക, അതവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. തൻ്റെ ഉത്തരവാദിത്വം അവൻ ഭംഗിയായി നിറവേറ്റുമ്പോൾ അതിനുവേണ്ട കൂലി യജമാനൻ അവന് നൽകും. എന്നാൽ അതൊരല്പം വിശ്വസ്തയോട് ചെയ്താലോ കൂലിക്ക് കൂടുതലായി ഒരല്പം കൂടി യജമാനൻ അവന് നൽകുകയും ചെയ്യും. സ്നേഹിതരെ, നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ഭംഗിയായും ചെയ്യുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ കാഴ്ചപ്പാടുകളുമെല്ലാം മറ്റുള്ളവർ മുമ്പിൽ തുറന്നു കാണിക്കാനും അതിൻ്റെ മേന്മ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ധൃതി കാട്ടുന്ന ഒരു സമൂഹത്തിനുള്ളിലാണ് നാം ഓരോരുത്തരും. ഒരു കുഞ്ഞി പ്രവൃത്തി ചെയ്താൽ പോലും മറ്റുള്ളവർ കാണണമെന്നും മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തിൽ കർത്താവ് ആ ട്രാക്കൊന്നും മാറ്റിപ്പിടിച്ച് ഇപ്രകാരമാണ് പറയുക: നിങ്ങൾ എളിമയുള്ള വ്യക്തികളായിട്ട് മാറുക. തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാതെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടെ മാറി നിൽക്കാനാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. ശരിയാണ്, ഇന്നത്തെ സമൂഹത്തിൽ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും കാണുകയും ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ ഇപ്രകാരമുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞു വയ്ക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്: നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാറ്റപ്പെടുകയല്ല, മറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്നു കൂടി കർത്താവ് സാക്ഷ്യപ്പെടുന്നുണ്ട്. കല്യാണത്തിൻ്റെ ഉപമയിൽ കല്യാണക്കുറി കിട്ടിയവനോടാണ് കർത്താവ് പറയുക, മുന്നിൽ പോയിരിക്കാതെ പിന്നിൽ പോയിരിക്കാൻ. എന്നാൽ പിന്നിലിരുന്നാൽ അവൻ മുൻപിലേക്ക് കയറ്റപ്പെടും. വേലക്കായി വിളിക്കപ്പെടുന്ന ദാസനിലും രാവിലെ മുതൽ പണിയെടുത്തതിന് ശേഷം അവസാനം വന്നവനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരേ കൂലി കൊടുക്കുമ്പോൾ കർത്താവ് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്: പരിഭവപ്പെടേണ്ടതില്ല, ഒരുപക്ഷെ നിന്റെ പ്രവർത്തനം കണ്ടിന് നാളെയും നിന്നെ വേലയ്ക്ക് വിളിച്ചേക്കാമെന്ന്. അങ്ങനെ എളിമയോടെ പരാതി കൂടാതെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയുണ്ടാകുമെന്ന് കർത്താവ് പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. മദർ തെരേസയുടെ ഒരു സംഭവം ഓർക്കുക ഇപ്രകാരമാണ്. മദർ തെരേസ പാരീസിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ സ്റ്റേജിലേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമൂഹം മുഴുവനും ഉറച്ച കയ്യടികളോടെ അവരെ സ്വീകരിക്കുകയാണ്. മൈക്കെടുത്ത ശേഷം മദർ തെരേസ ആദ്യം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ ഈ കയ്യടികൾ എനിക്കാണ് തന്നതെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനല്ല, എൻ്റെ ക്രിസ്തുവാണ്, എൻ്റെ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന്. എന്നിട്ട് ആ സംഭവത്തിന് ശേഷം ഇപ്രകാരമാണ് അതിൻ്റെ അടിക്കുറിപ്പെന്നോണം എഴുതി വെച്ചത്: മദർ തെരേസ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കയ്യടി മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും പിടിച്ചടക്കിക്കൊണ്ടാണ് അവർ ഇറങ്ങി വന്നതെന്ന്. സ്നേഹിതരെ, എളിമയും വിശ്വാസത്തിൻ്റെ ദൃഢതയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് സാധ്യമാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കാം. സാധ്യമാണെന്നേ. അതിൻ്റെ തെളിവായിട്ടാണ് നാം ഇന്നലെ ആഘോഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ ചെയ്തതായിട്ടോ വലിയ വലിയ അടയാളങ്ങൾ കാണിച്ചതായിട്ടോ വലിയ വലിയ പ്രസംഗങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയതായിട്ടോ ഒന്നും നാം വായിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളും ഒരുപാട് പേരെ ആകർഷിക്കുവാനും ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് പിടിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. രണ്ട് ഗുണങ്ങളെ ഞാൻ അദ്ദേഹത്തിനുള്ളിൽ കണ്ടുകൊള്ളൂ. ഒന്ന്, ദൃഢമായ വിശ്വാസവും; രണ്ട്, എളിമയുള്ള സ്വഭാവവും. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്രയേറെ ആളുകൾ വന്നു പോയിട്ടും രണ്ടാം ക്രിസ്തു എന്ന പേര് ചേർത്ത് വെക്കപ്പെട്ടത് വിശുദ്ധ ഫ്രാൻസിസിനൊപ്പം മാത്രമാണ്. എളിമയും വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു മനുഷ്യൻ. സ്നേഹിതരെ, ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമാണെന്നുള്ള യഥാർത്ഥമായ ഒരു സാരാംശമാണ് പറഞ്ഞു വെക്കുക. എളിമയും വിശ്വാസദൃഢതയുമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഡിമാൻഡുകൾ കാണിക്കുന്ന, ഷോ ഓഫുകളാകുന്ന ഈ സമൂഹത്തിൽ നമുക്കൊരല്പം ട്രാക്ക് മാറ്റി പിടിച്ച മനുഷ്യരായിട്ട് മാറാം. എളിമയുടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല വ്യക്തികൾ. അങ്ങനെ ക്രിസ്തു ആഗ്രഹിക്കുന്ന നല്ലൊരു ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ എനിക്കും നിങ്ങൾക്കും അവസരങ്ങളുള്ളപ്പോൾ അത് തട്ടി മാറ്റാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനാൽ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന പഴമൊഴി ഒരു മാറ്റി പിടിച്ചുകൊണ്ട് നാടോടുമ്പോൾ നാടിൻ്റെ നന്മകളെയും ചേർത്തോടുന്ന നല്ല വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അവസാനിപ്പിക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥമായ 2 ഗുണങ്ങൾ, എളിമയും വിശ്വാസദൃഢതയും നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.